ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇതിങ്ങനെ വളരുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷം തന്നെയാണ് ഗൈസ്. നമ്മൾ എന്തെങ്കിലും നട്ട് വളർത്തി ഉണ്ടാക്കുമ്പോൾ ഒരു +2 പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യലുണ്ടേ. പക്ഷേ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഫുൾ ഗ്യാപ്പായിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ വിചാരിക്കുന്നത് എന്താ വള്ളി വരാതെ ഇങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ ഇനി വന്ന് ഗൈസ്, ഇനിയിപ്പോൾ ഇത് കെട്ടിക്കൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് വീണ്ടും നടന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം എന്താണോ അത് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം ഇതിനെ കൃഷി എന്നൊക്കെ പറയുമെന്ന് നമുക്കറിയില്ല ഗൈസ്. കാരണം ഇതൊരു പച്ചക്കറി തോട്ടം, ഇത് ഓവറായിട്ടുള്ള ഒന്നും ഇല്ല ഇതിൽ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ തന്നെ പൂച്ചകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നമുക്ക് ടെൻഷൻസും കാര്യങ്ങളെല്ലാം വന്നാലും അതിനെ മറികടക്കുന്നിടത്തേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ ഷൂവിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ലെങ്കിൽ ആരൊന്നും വിചാരിക്കറേ. കാരണം എന്താ വെച്ചാൽ ഇതും നമ്മളിവിടെ ഫുള്ള് ഭയങ്കര ചളിയാണ്. ഒരു മഴ പെയ്താൽ ആ മഴയത്ത് ഇങ്ങനെ ഫുള്ള് ഈ ചെരുപ്പെല്ലാം ഒളിച്ചു പോകും. അപ്പോൾ ഇത് വേണ്ടാത്ത ഷൂ ആയിട്ട് ഞാൻ അങ്ങനെ പിന്നെ ക്ലീൻ ചെയ്യാൻ നിന്നിട്ടില്ല. അതെ. ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കയറി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഇത്രയും വരെ കെട്ടിയത്. ഇത് കുറച്ച് ലൂസിലാണ് ഞാൻ കെട്ടിയത്. കാരണം ആടെ പോസ്റ്റിലല്ലേ പിടിച്ച് കെട്ടിയത്. അപ്പോൾ നൈസ് സംഭവമാണ്. അപ്പോൾ പോസ്റ്റായിട്ട് വലിഞ്ഞ് കെട്ടുമ്പോൾ അവിടുന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് കുത്തി കൊടുക്കുന്നുണ്ട്. വത്തക്കയാണെന്നാ തോന്നുന്നത്. ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ നമുക്ക് വത്തക്കനെ പോലെ തോന്നിയേ. വാര ഒരു മിനിറ്റ്. നീ ഒന്നും ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലല്ലോ. വാ മെല്ലെ ഇട്. ഇതിൽ മണ്ണ് വെണ്ണീരെല്ലാം മിക്സ് ചെയ്ത് അയ്യേ ഈ ചോട്ടാപ്പി വെള്ളം വയ്ക്കുന്നുണ്ട്. അടിപൊളി. ഇവനാണ് മിച്ചൂട്ട. വെള്ളമെല്ലാം നനച്ചു, മണ്ണിട്ട് കൊടുത്തു. പിന്നെ ബാക്കിലും കുറച്ച് ചീരയും വെണ്ടയ്ക്കയും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം വെള്ളം നിറച്ച് കൊടുത്ത്. നമുക്ക് ശരിക്കും അറിയില്ല ഗൈസ് ഇതിനെ പറ്റിയിട്ട്. എൻ്റെ ഉപ്പ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. പക്ഷേങ്കിൽ ഞാൻ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആൾ നമ്മളെല്ലാം വിട്ടുപോയി. അതുകൊണ്ട് ശരിക്കുള്ള അവസ്ഥ ഇതിനെക്കുറിച്ചുള്ള എല്ലാം നമുക്കറിയില്ല. യൂട്യൂബിൽ നോക്കി എല്ലാം കിട്ടും. പക്ഷേ എല്ലാം കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം അതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. എന്താ മിച്ചൂട്ടാ? അയ്യോ